വീട്ടിലൊരു സ്പെഷ്യൽ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അച്ഛനായിരിക്കും വന്ന് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിലും കുക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മീൻ കിട്ടിയപ്പോൾ എനിക്ക് വീഡിയോയും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പാചകം ചെയ്യാനായിട്ട് കയറി. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഉള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ ആവോലി പോലത്തെ ഒരു സ്പെഷ്യൽ മീനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ, രണ്ടാം പാൽ വേണം, ഒന്നാം പാൽ വേണം. പിന്നെ നമ്മൾ ചട്ടി ഒന്ന് സ്റ്റൗവിലേക്ക് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൊടികളും കൂടി വേണം കേട്ടോ. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസും കൂടി എടുത്ത് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അതുപോലെ കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ചേർത്തിട്ട് ഉള്ളിയും ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന്. പിന്നെ പൊടികൾ നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം പിന്നെ നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം. കുടംപുളി എടുത്ത് വെച്ചേക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വേണം മീൻ കഷ്ണങ്ങൾ ഇടാൻ കേട്ടോ. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ, അതായത് മീനൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, തക്കാളിയും കൂടി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം മതിയോ, എരിവ്, ഉപ്പ്, പുളി ഇതൊക്കെ മതിയോ എന്നൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇതാ തിളച്ച് വന്നു. ഇനി 2 പൊറോട്ട ഉണ്ടെങ്കിൽ ആ പൊറോട്ടയുടെ കൂടെ നമുക്ക് ഈ ഒരു മീൻ കറി ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പൊറോട്ടയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. പൊറോട്ട ഉള്ളതുകൊണ്ട് കഴിച്ചെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ.